എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഭൗമരഹസ്യങ്ങൾ തേടി എന്ന യൂണിറ്റിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ദക്ഷിണാഫ്രിക്കയിലെ ജോഹനാസ്ബർഗിൽ നിന്നും തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് വെസ്റ്റോണിയ. ദക്ഷിണാഫ്രിക്കയിലെ ജോഹനാസ്ബർഗിൽ നിന്നും തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് വെസ്റ്റോണിയ. പേനങ് സ്വർണഖനി സ്ഥിതി ചെയ്യുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. ഇത് വെസ്റ്റോണിയയ്ക്ക് അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പേനങ് സ്വർണഖനി സ്ഥിതി ചെയ്യുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. പേനങ് സ്വർണഖനി സ്ഥിതി ചെയ്യുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ധരിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണമാണ് ഓക്സിബോക്സ്. ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ധരിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണം ഓക്സിബോക്സ് ആണ്. ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ധരിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണമാണ് ഓക്സിബോക്സ് എന്ന് പറയുന്നത്. ഭൂമിയുടെ പാളിയുടെ സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. PSCയിൽ നിരന്തരം കണ്ടുവരുന്ന ഭാഗമാണ്. അപ്പോൾ ഭൂമിയുടെ ഒരു പാളിയാണ് നമ്മൾ ഭൂവൽക്കം എന്ന് പറയാം. ഈ ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോടാണ് നമ്മൾ ഭൂവൽക്കമായിട്ട് പറയുക. ഏകദേശം 40 കിലോമീറ്റർ ആണ് ഇതിന്റെ കനം, ഭൂവൽക്കത്തിന്റെ കനം എന്ന് പറയുന്നത്. ഇനി ഭൂവൽക്കം നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ഭാഗങ്ങൾ അതിനുണ്ട്. അതിലൊന്ന് വൻകര ഭൂവൽക്കം, രണ്ടാമത്തത് സമുദ്ര ഭൂവൽക്കം എന്നുള്ളതാണ്. ഇനി നമുക്ക് അതിന്റെ ഈ വൻകര ഭൂവൽക്കത്തിന്റെയും സമുദ്ര ഭൂവൽക്കത്തിന്റെയും പ്രത്യേകതകൾ കാണാം. സിലിക്ക, അലൂമിന എന്നീ ധാതുക്കൾ അടങ്ങിയിരിക്കുന്നതിനാല് വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്നാണ് വിളിക്കുക. PSC നിരന്തരം ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ്. വൻകര ഭൂവൽക്കത്തിന് മറ്റൊരു പേര് എന്ന രീതിയിലൊക്കെ ചോദിക്കാനുണ്ട്. സിലിക്ക, അലൂമിനിയ എന്നീ ധാതുക്കൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് വൻകര ഭൂവൽക്കത്തെ നമ്മൾ എന്താണ് വിളിക്കുക? സിയാൽ എന്നാണ് വിളിക്കുക എന്നുള്ളത് ഓർത്തു വെക്കുക. PSC ഒരു മാർക്ക് ചോദ്യം. ഇനി സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ കാണപ്പെടുന്നതിനാല് സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്നാണ് വിളിക്കുക. അടുത്ത PSC ഒരു മാർക്ക് ചോദ്യം. മഗ്നീഷ്യം കടലിലാണ് കാണുന്നത്, അതുകൊണ്ട് എന്താണ് അത് സമുദ്ര ഭൂവൽക്കത്തിലാണ് എന്ന രീതിയിലൊക്കെ അവിടെ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. വൻകരയില്, സമുദ്രത്തില് നമ്മൾ മഗ്നീഷ്യം കാണുന്നു, കരയിൽ നമ്മൾ അലൂമിനിയം കാണുന്നു എന്ന രീതിയിലൊക്കെ നിങ്ങൾക്കത് ഓർത്തു വെക്കാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ ഒരു പാളിയാണ് മാൻഡിൽ എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിന് താഴെയായിട്ടാണ് നമ്മുടെ മാൻഡിൽ സ്ഥിതി ചെയ്യുന്നത്. ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഒരു മാൻഡിൽ കാണാൻ പറ്റും. മാൻഡിലിന്റെ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഉപരി മാൻഡിലും അധോ മാൻഡിലും എന്ന് നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ പാളി കാമ്പാണ്, അല്ലെങ്കിൽ കോർ എന്നാണ് നമ്മൾ പറയുക. ഭൂമിയുടെ കേന്ദ്ര ഭാഗമായിട്ട് നമ്മൾ കരുതുന്നത് ഈ ഒരു കാമ്പ് അല്ലെങ്കിൽ കോറിനെയാണ്. 2900 കിലോമീറ്ററിൽ തുടങ്ങി 6371 കിലോമീറ്റർ വരെയാണ് ഈ കോറ് ഉള്ളിലേക്ക് ഉള്ളത്. ഈ കോറിന് പ്രധാനമായിട്ടും 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് പുറക്കാമ്പ്, രണ്ടാമത്തത് അകക്കാമ്പാണ്. ഇനി പുറക്കാമ്പിന്റെയും അകക്കാമ്പിന്റെയും പ്രത്യേകതകൾ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ് ഉണ്ടാവുക. പുറക്കാമ്പിൽ നമുക്ക് അവിടെയുള്ള പദാർത്ഥങ്ങളെ കാണാൻ പറ്റുന്നത് ഒരു ഉരുകിയിട്ടുള്ള അവസ്ഥയിലായിരിക്കും. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പ് ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ വേണേ കയറി ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പ് എന്തിലാണ് കാണപ്പെടുന്നത്? ഖരാവസ്ഥയിലാണ് കാണുന്നത്. എന്നാൽ പുറക്കാമ്പ് ഒരു ഉരുകിയ അവസ്ഥയിലായിരിക്കും കാണുക എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. പ്രധാനമായിട്ടും നിക്കല്, ഇരുമ്പ് എന്നീ ധാതുക്കളാൽ നിർമ്മിതമായതിനാൽ കാമ്പിനെ എന്ത് നമ്മൾ പറയുന്നു? നിഫെ എന്നാണ് പറയുക. പ്രധാനമായിട്ടും നിക്കല്, അതേപോലെ ഇരുമ്പ് എന്നീ ധാതുക്കളാൽ നിർമ്മിതമായതിനാല് നമ്മൾ കാമ്പിനെ എന്തു പറയും? നിഫെ എന്നും അറിയപ്പെടുന്നുണ്ട് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. അതും PSCക്ക് ഒരു ചോദ്യമായിട്ടൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപത്തിനും മർദ്ദത്തിനും എന്ത് സംഭവിക്കുന്നു? കൂടുന്നു.
അപ്പൊ നമ്മുടെ ഭൂമിയിൽ നമ്മളിങ്ങനെ കുഴിച്ചു പോയി കഴിഞ്ഞാൽ അപ്പൊ താപത്തിനും മർദ്ദത്തിനും എന്ത് വ്യത്യാസമാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ അതിനനുസരിച്ച് താപവും മർദ്ദവും എന്ത് ചെയ്യുന്നു, കൂടി വരികയാണ് ചെയ്യുക എന്നുള്ളത് ഓർത്തിരിക്കുക. മുകളിലത്തെ പാളികൾ ചെലുത്തുന്ന ഭാരമാണ് താഴേക്ക് പോകും തോറുമുള്ള ഈ മർദ്ദ വ്യത്യാസത്തിന് കാരണമായി മാറുന്നത് എന്നുകൂടി അവിടെ ഓർത്തിരിക്കുക. മുകളിലത്തെ പാളികൾ ചെലുത്തുന്ന ഭാരമാണ് താഴേക്ക് പോകും തോറുമുള്ള ഈ മർദ്ദ വ്യത്യാസത്തിന് കാരണമായിട്ട് മാറുന്നത്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. 1538 ഡിഗ്രി സെൽഷ്യസ് ചൂടില് ഇരുമ്പ് പോലും ഉരുകി തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു 5000 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എത്രയും വലിയൊരു സംഖ്യയാണ് എന്നുള്ളത് നമുക്കൊന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഭൂമിയുടെ ഉള്ളറകളെ പറ്റി മനസ്സിലാക്കാൻ സഹായിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതൊന്ന് വായിച്ച് കണ്ടു പോയാൽ മതി. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് അവിടെ മനസ്സിലാക്കുക? ഭൂമിയുടെ ഉള്ളറകളെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന് നമുക്ക് ഭൂമിയുടെ ഉള്ളറകളെ പറ്റി തിരിച്ചറിയാൻ പറ്റും. ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉള്ളറകളെ പറ്റി മനസ്സിലാക്കാം. ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെയും നമുക്ക് ഈ ഒരു ഭൂമിയുടെ ഉള്ളറകളെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് തിരിച്ചറിയാം. ഭൂകമ്പ സമയത്ത് സൃഷ്ടിക്കപ്പെടുന്ന തരംഗങ്ങളെ അടിസ്ഥാനമാക്കി ഭൂമിയെ വ്യത്യസ്ത പാളികളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അവയാണ് ഏതൊക്കെ? ഭൂവൽക്കം, മാന്റില്, പുറക്കാമ്പ്, അകക്കാമ്പ് തുടങ്ങിയവ എന്നുള്ളത് ഓർത്തിരിക്കുക. പ്രാചീന കാലത്ത് ഭൂമുഖത്തുണ്ടായിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ അവസാദശില പാളികൾക്കിടയിൽ കാണപ്പെടാറുണ്ട്. ഇവ അറിയപ്പെടുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇവ ഫോസിലുകൾ എന്നാണ് അറിയപ്പെടുന്നത് ഫോസിലുകൾ എന്നാണ്. പ്രാചീന കാലത്ത് ഭൂമുഖത്തുണ്ടായിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ അവസാദ ശിലാപാളികൾക്കിടയിൽ കാണപ്പെടാറുണ്ട്. ഇവ അറിയപ്പെടുന്നത് ഫോസിലുകൾ എന്നാണ്. പ്രാചീന കാലത്ത് ഭൂമുഖത്തുണ്ടായിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ അവസാദ ശിലാപാളികൾക്കിടയിൽ കാണപ്പെടാറുണ്ട്. ഇവ അറിയപ്പെടുന്നത് ഫോസിലുകൾ എന്നാണ്. ഫോസിലുകൾ കാണപ്പെട്ടിരുന്ന ശില നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്, അവസാദശില. ഫോസിലുകൾ കാണപ്പെടുന്ന ശിലയാണ് അവസാദശില. ഫോസിലുകളുടെ ഉപയോഗം ഭൂമിയുടെ പൂർവ്വകാലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശിലകളുടെ പഴക്കം നിർണ്ണയിക്കുന്നതിന്. ഫോസിലുകളുടെ ഉപയോഗം എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഫോസിലുകളിലൂടെ ഭൂമിയുടെ പൂർവ്വകാലത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ ശിലകളുടെ പഴക്കം നിർണ്ണയിക്കാനും നമുക്ക് ഫോസിലുകൾ ഉപയോഗിക്കാം എന്നുള്ളത് അവിടെ തിരിച്ചറിഞ്ഞു വെക്കുക. ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ഇന്ധനങ്ങളാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ഇന്ധനങ്ങൾ ഫോസിൽ ഇന്ധനങ്ങൾ. ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ഇന്ധനങ്ങളാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കൽക്കരി, പ്രകൃതിവാതകങ്ങൾ, പെട്രോളിയം എന്നിവ. ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പ്രകൃതിവാതകങ്ങൾ, പെട്രോളിയം തുടങ്ങിയവ. ഭൂവൽക്കത്തെയും മാന്റിലിന്റെ ഉപരിഭാഗത്തെയും ചേർന്ന് അറിയപ്പെടുന്നത് ശിലാമണ്ഡലം എന്നാണ്. നമ്മൾ ആദ്യം ഭൂവൽക്കം, അതിന്റെ താഴെ മാന്റിൽ. ഈ മാന്റിലിന്റെ ഉപരിഭാഗവും കൂടി ചേർന്നിട്ട് നമ്മൾ രണ്ടും കൂടെ പറയുന്നത് ശിലാമണ്ഡലം എന്നാണ്. ഭൂവൽക്കത്തെയും മാന്റിലിന്റെ ഉപരിഭാഗത്തെയും ചേർത്ത് അറിയപ്പെടുന്നത് ശിലാമണ്ഡലം എന്നാണ്. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. കൃത്യമായിട്ട് മനസ്സിലാക്കുക, നമ്മുടെ ശിലാമണ്ഡലത്തിന് താഴെ, ശിലാമണ്ഡലം എന്ന് പറയുന്നത് ഭൂവൽക്കത്തെയും മാന്റിലിന്റെ ഉപരിഭാഗത്തെയും ചേർത്ത് അറിയപ്പെടുന്നതാണ്. ഈ ഒരു ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടും. അപ്പോൾ ആ കാണപ്പെടുന്ന ഭാഗത്തെയാണ് നമ്മൾ അസ്തനോസ്ഫിയർ എന്ന് പറയുക. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവ്യത്തിന്റെ അല്ലെങ്കിൽ ലാവയുടെ സ്രോതസ് ഏതാണ് എന്ന് ചോദിച്ചാൽ അസ്തനോസ്ഫിയർ ആണ്. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവ്യത്തിന്റെ അല്ലെങ്കിൽ ലാവയുടെ സ്രോതസ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അസ്തനോസ്ഫിയർ ആണ് എന്നുള്ളത് തിരിച്ചറിയാം. ശിലകളിലെ വൈവിധ്യത്തിന് കാരണം അവയിൽ അടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളാണ്.
ശിലകളിലെ വൈവിധ്യത്തിന് കാരണം അവയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ആണ്. ശിലാമണ്ഡലത്തിന് ആ പേര് ലഭിക്കാൻ കാരണം ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതിനാൽ നമ്മൾ ശിലാമണ്ഡലം എന്ന് പറയുന്നു. ശിലകൾ നിർമ്മിച്ചിരുന്ന ഘടകങ്ങൾ അറിയപ്പെടുന്നത് ധാതുക്കൾ എന്നാണ്. ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ അറിയപ്പെടുന്നത് ധാതുക്കൾ. ധാതുക്കൾക്ക് ഉദാഹരണമാണ് സിലിക്ക, അബ്രം, ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ് തുടങ്ങിയവയൊക്കെ. എന്തൊക്കെയാണ്? ധാതുക്കൾക്ക് ഉദാഹരണമാണ് സിലിക്ക, അബ്രം, ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ് തുടങ്ങിയവ. രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ എന്നിവയാണവ. രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ എന്നിങ്ങനെയാണ്. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകൾ അറിയപ്പെടുന്നതാണ് ആഗ്നേയ ശിലകൾ. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞു രൂപപ്പെടുന്ന ശിലകളെയാണ് നമ്മൾ ആഗ്നേയ ശിലകൾ എന്ന് പറയാം. ഒന്നുകൂടെ, ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളെയാണ് നമ്മൾ ആഗ്നേയ ശിലകൾ എന്ന് പറയുക എന്നുള്ളത് ഓർത്തിരിക്കുക. ഗ്രാനൈറ്റ്, ബസാൾട്ട് എന്നിവ ഏതുതരം ശിലകൾക്ക് ഉദാഹരണമാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. ഗ്രാനൈറ്റ്, ബസാൾട്ട് എന്നിവ ഏതുതരം ശിലകൾക്ക് ഉദാഹരണമാണ് ആഗ്നേയ ശില. പ്രാഥമിക ശിലകൾ എന്നും അറിയപ്പെടുന്നത് ആഗ്നേയ ശിലയാണ്. പ്രാഥമിക ശിലകൾ എന്നും അറിയപ്പെടുന്നത് ആഗ്നേയ ശില. ശിലകൾ ക്ഷയിച്ചു പൊടിഞ്ഞ് അവശിഷ്ടങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്നത് മൂലം രൂപപ്പെടുന്ന ശിലയാണ് അവസാദ ശില. ശിലകൾ ക്ഷയിച്ചു പൊടിഞ്ഞ് അവശിഷ്ടങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്നത് മൂലം രൂപപ്പെടുന്ന ശില ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അവസാദ ശിലയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല് എന്നിവ ഏത് തരം ശിലകൾക്ക് ഉദാഹരണമാണ്? അവസാദ ശിലയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഗ്രാനൈറ്റ്, ബസാൾട്ട് എന്നിവ ഏത് തരം ശിലകൾക്ക് ഉദാഹരണമാണ് എന്ന് ചോദിച്ചാൽ അത് ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. ഇനി മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല് എന്നിവ ഏത് തരം ശിലകൾക്ക് ഉദാഹരണമാണ് എന്ന് ചോദിച്ചാൽ അത് അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. അടുക്കുശിലകൾ എന്നും അറിയപ്പെടുന്ന ശില അവസാദ ശിലയാണ്. അടുക്ക് ശില എന്നും അറിയപ്പെടുന്ന ശില അവസാദ ശില. അടുക്ക് ശില എന്നും അറിയപ്പെടുന്ന ശിലയാണ് അവസാദ ശില. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായി രൂപപ്പെടുന്ന ശിലയാണ് കായാന്തരിത ശില എന്ന് നമ്മൾ പറയാറുള്ളത്. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായി രൂപപ്പെടുന്ന ശിലയാണ് കായാന്തരിത ശില. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായി രൂപപ്പെടുന്ന ശിലയാണ് കായാന്തരിത ശില. മാർബിള്, സ്ലേറ്റ് എന്നിവ ഏതുതരം ശിലകൾക്ക് ഉദാഹരണമാണ്? കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. മാർബിള്, സ്ലേറ്റ് എന്നിവ ഏതുതരം ശിലകൾക്ക് ഉദാഹരണമാണ്? കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ശില കായാന്തരിത ശിലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശില കായാന്തരിത ശിലയാണ്. കായാന്തരിത ശിലകൾ പൊട്ടിപ്പോവുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയെ നമ്മൾ അപക്ഷയം എന്നാണ് പറയുക. കായാന്തരിതത്തിൽ ശിലകൾ പൊട്ടിപ്പോവുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയെ നമ്മൾ അപക്ഷയം എന്ന് പറയും. വിവിധ തരം അപക്ഷയങ്ങൾ ഭൗതിക അപക്ഷയം, രാസിക അപക്ഷയം, ജൈവിക അപക്ഷയം എന്നിവയാണ്. വിവിധ തരത്തിലുള്ള അപക്ഷയങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അതിൽ ഭൗതിക അപക്ഷയമുണ്ട്, രാസിക അപക്ഷയമുണ്ട്, അതേപോലെ തന്നെ ജൈവിക അപക്ഷയവുമുണ്ട്. താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും ഏതു തരം അപക്ഷയത്തിന് കാരണമാകുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭൗതിക അപക്ഷയത്തിനാണ് കാരണമാവുക.
താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും ഏത് തരം അപക്ഷയത്തിന് കാരണമാകുന്നു? ഭൗതിക അപക്ഷയം. താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും ഏത് തരം അപക്ഷയത്തിന് കാരണമാകുന്നു? ഭൗതിക അപക്ഷയത്തിന് കാരണമാകുന്നു. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ശിലകളിൽ രാസപരമായ വിഘടനത്തിന് കാരണമാവുകയും ചെയ്യുന്നത് രാസിക അപക്ഷയമാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ശിലകളിൽ രാസപരമായ വിഘടനത്തിന് കാരണമാവുകയും ചെയ്യുന്നതിനെ രാസിക അപക്ഷയം എന്ന് പറയും. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ശിലകൾ രാസപരമായ വിഘടനത്തിന് കാരണമാവുകയും ചെയ്യുന്നത് രാസിക അപക്ഷയമാണ്. സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ചെറുജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുന്നതും സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനവുമൊക്കെ അപക്ഷയത്തിന് കാരണമാകാറുണ്ട്. ഇത് ഏതുതരം അപക്ഷയമാണ്? ജൈവിക അപക്ഷയമാണ്. സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ചെറുജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുന്നതും സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനവുമൊക്കെ അപക്ഷയത്തിന് കാരണമാകാറുണ്ട്. ഇത് ഏതു തരത്തിലുള്ള അപക്ഷയമാണ് എന്ന് ചോദിച്ചാൽ അത് ജൈവിക അപക്ഷയമാണ് എന്നുള്ളത് തിരിച്ചറിയാം. അപക്ഷയ പ്രവർത്തനങ്ങൾ മനുഷ്യനെ എങ്ങനെയെല്ലാം സഹായിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു പോവാം. മണ്ണിന്റെ രൂപീകരണത്തിന് ഈ അപക്ഷയം കാരണമാകുന്നു. ഖനന പ്രവർത്തനങ്ങളെ ഇത് സഹായിക്കുന്നുണ്ട്. ശിലകളിലെ ധാതുക്കൾ വേർതിരിക്കപ്പെടുന്നു എന്നുള്ളതും ഇതിന്റെ ഒരു പ്രധാന കാര്യമാണ്. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞർ അറിയപ്പെടുന്നത് പെഡോളജിസ്റ്റ് എന്നാണ്. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞരെ നമ്മൾ പെഡോളജിസ്റ്റ് എന്നാണ് വിളിക്കുക. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ഒരാളെ നമ്മൾ പെഡോളജിസ്റ്റ് എന്ന് വിളിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. മണ്ണിന്റെ രൂപീകരണ പ്രക്രിയകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതൊന്ന് വായിച്ചു പോയാൽ മതി. അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞും ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്നും അതിദീർഘകാലത്തെ പ്രക്രിയകൾ വഴിയാണ് നമ്മുടെ മണ്ണ് രൂപം കൊള്ളുന്നത്. അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞും ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്നും അതിദീർഘകാലത്തെ പ്രക്രിയകൾ വഴിയാണ് നമ്മുടെ മണ്ണ് രൂപം കൊള്ളുന്നത്. ഒരു ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ വേണ്ട സമയം 1000-ലധികം വർഷമാണ്. ഒരു ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ വേണ്ട സമയം എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് 1000-ലധികം വർഷമാണ്. മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഭൂപ്രകൃതി, മാതൃശില, സമയം, സസ്യങ്ങളും ജന്തുക്കളും, കാലാവസ്ഥ എന്നിവ. മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഭൂപ്രകൃതി, മാതൃശില, സമയം, സസ്യങ്ങളും ജന്തുക്കളും, പിന്നെ കാലാവസ്ഥയും അതിൽ പെടുന്നുണ്ട്. മണ്ണിന്റെ രൂപീകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സവിശേഷതകളാണ്: തണുപ്പേറിയ സാഹചര്യങ്ങളിൽ മണ്ണിന്റെ രൂപീകരണം സാവധാനത്തിലായിരിക്കും. ചെങ്കുത്തായ ചെരിവുകളിൽ മണ്ണിന് കനം കുറവായിരിക്കും. സസ്യങ്ങളും ജന്തുക്കളും അഴുകുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന അമ്ലം ശിലകളുടെ അപക്ഷയത്തിന് കാരണമാവും. മണ്ണിന്റെ കനവും ഘടനയും അത് രൂപം കൊള്ളാൻ എടുക്കുന്ന സമയത്തെ ആശ്രയിച്ചിരിക്കും തുടങ്ങിയവയൊക്കെ ഈ ഒരു മണ്ണ് രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട സവിശേഷതകളാണ്. ഒന്നുകൂടിയുണ്ട്, മണ്ണിലെ ധാതുക്കളും മണ്ണിന്റെ ഘടനയും അവ ഏതു ശിലകളിൽ നിന്നും രൂപം കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചു കൂടിയിരിക്കും എന്നുള്ളത് തിരിച്ചറിയാം. മണ്ണിന്റെ ശോഷണത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങളാണ് വനനശീകരണം, കുന്നിടിക്കൽ, അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ, മരങ്ങൾ വെട്ടി നശിപ്പിക്കൽ എന്നിവ. ഇതിൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കൽ ഒരുമിച്ചാണ്. മണ്ണിന്റെ ശോഷണത്തിന് കാരണമാകുന്ന മനുഷ്യപ്രവർത്തനങ്ങൾ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്: വനനശീകരണം, കുന്നിടിക്കൽ, അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ, പിന്നെ മരങ്ങൾ വെട്ടി നശിപ്പിക്കൽ എന്നിവ. മണ്ണ് മലിനീകരണത്തിന്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളതും കൂടെ നമുക്കൊന്ന് എന്ത് ചെയ്യാം, അവിടെ ഒന്ന് വായിച്ചു പോവാം. വായിച്ച് അതൊന്ന് കേട്ടിരുന്നാൽ മതി. പ്രകൃതിയിൽ ജൈവപരമായ ജീർണന പ്രക്രിയയ്ക്ക് വിധേയമാക്കാതെ പ്ലാസ്റ്റിക് പോലുള്ള ഉപയോഗം, മണ്ണിന്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന അമിത രാസവള പ്രയോഗങ്ങൾ,
അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഖനന പ്രവർത്തനങ്ങൾ, കൃഷിഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്, വൻതോതിൽ മണ്ണിലേക്ക് മലിനജലം ഒഴുക്കുന്നത്, അമിതമായ കന്നുകാലി മേച്ചിലൊക്കെ ഈ ഒരു മണ്ണ് മലിനീകരണത്തിന് കാരണമാകുന്നു എന്നുള്ളത് നിങ്ങൾ അവിടെ മനസ്സിലാക്കിയിരിക്കുക. പ്രധാനപ്പെട്ട മണ്ണ് സംരക്ഷണ മാർഗങ്ങളാണ് വനനശീകരണം തടയൽ, വിള പരിവൃത്തി, തടയണ നിർമ്മാണം, മലഞ്ചെരിവുകളിലെ തട്ടുകൃഷി എന്നിവ. ഇനി ലോക മണ്ണ് ദിനം നിരന്തരമായിട്ടുള്ള PSC ക്വസ്റ്റ്യൻ ആണ്. ഡിസംബർ 5. ലോക മണ്ണ് ദിനം ഡിസംബർ 5. അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിച്ചത് 2015 ആണ്. അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിച്ചത് 2015. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളായിട്ട് ഞാൻ കരുതുന്നത്. കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക, പരീക്ഷ നന്നായിട്ട് എഴുതുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഗുഡ് ഡേ.